ക്ഷമ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു അന്വേഷണ കഥ, കുറ്റാന്വേഷണ കഥ. ശ്യാം പണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്, പക്ഷെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ കഥ തുടങ്ങുന്നത് ശ്യാമിനാണ് അതിൻ്റെ വ്യക്തമായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ വശങ്ങളെക്കുറിച്ചും വിശകലനം ചെയ്ത് പറയാൻ സാധിക്കുന്നത്. എങ്കിലും അത് കേട്ട സാഹചര്യത്തിൽ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കുറ്റാന്വേഷണ കഥയായിട്ട് ഇത് തോന്നി. ഒരു സിനിമയ്ക്കുള്ള ഒരു കഥയുണ്ട്. വടകര ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഈ വടകര ജോസ് കൊല്ലപ്പെട്ടു. രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആൾ കൊന്നു. ഈ വടകര ജോസിനെ കൊന്ന രഞ്ജിത്തിനെ ശ്യാംലാൽ കൊന്നു. ഇതുവരെ അവിടെ നിൽക്കട്ടെ. ഈ ശ്യാംലാൽ എന്ന് പറഞ്ഞ ആള് പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയപ്പോൾ ഈ കേസുകളെല്ലാം കണക്റ്റ് ആവുകയാണ്. അതായത് ശ്യാംലാൽ കാട്ടിക്കൂട്ടിയ കേസുകളെല്ലാമായിട്ട് ഈ വടകര ജോസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് കണക്റ്റ് ആയി വരികയാണ്. ഇത് നല്ല രസകരമായിട്ടാണ് ശ്യാം പറയുന്നത്. എന്താണ് ആ സംഭവം? ഈ വടകര ജോസ് നല്ല മനുഷ്യനൊന്നുമല്ല. വടകര ജോസ് വേറൊരു കൊലക്കേസിലെ പ്രതിയാണ്. അപ്പോൾ ആ കൊലക്കേസിലെ പ്രതിയായ വടകര ജോസ് ആ കേസിനകത്ത് ജാമ്യമെടുത്ത് നടക്കുന്ന ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ് ഇവിടുത്തെ. ഈ തിരുവനന്തപുരത്ത് ഒരു കുപ്രസിദ്ധ ഗുണ്ടയായിരുന്നു വടകര ജോസ്. വടകര ജോസിനെ മാരായമുട്ടം ബിവറേജിന്റെ മുന്നിലിട്ട് പിന്നെ ഈ മാരായമുട്ടം രഞ്ജിത്ത് കൊലപ്പെടുത്തി. രഞ്ജിത്ത് അടക്കം 3 പേരാണ് വടകര ജോസിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് കൂടി കഴിഞ്ഞ വർഷം രഞ്ജിത്ത് മരണപ്പെട്ടപ്പോൾ ആ കേസ് അവസാനിച്ചു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേരിൽ 2 പേര് നേരത്തെ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. രഞ്ജിത്തിനെ ശ്യാംലാലാണ് കൊലപ്പെടുത്തിയത്. ശ്യാംലാൽ എന്ന് പറയുന്നത് വേറൊരു ഗുണ്ടയാണ്. അവിടുത്തെ ഗുണ്ടകളെല്ലാം പരസ്പരം കൊന്നുകൊണ്ട് വരികയാണ്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന കഥ. ഒരു ചെയിൻ പോലെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തീർക്കുന്ന ഒരു കുടിപ്പകയുടെ കഥയാണ്. ഈ പിന്നെ ശ്യാംലാലും പിന്നെ രഞ്ജിത്തും നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. ശ്യാംലാലും രഞ്ജിത്തും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പിന്നെ എന്തിനാ രഞ്ജിത്തിന് ശ്യാംലാൽ? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇത്. അതായത് രഞ്ജിത്തും ശ്യാംലാലും ഗുണ്ടകളായി വിലസിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രഞ്ജിത്ത് പിന്നെ വടകര ജോസിനെ കൊലപ്പെടുത്തുന്നത്. അതോടുകൂടി ഈ ഗുണ്ടകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷായി. ഈ രഞ്ജിത്തിനും ശ്യാംലാലിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷായി. അതായത് കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ അറ്റൻഷൻ പിന്നെ രഞ്ജിത്തിന് കിട്ടുന്നു, ശ്യാംലാലിന് കിട്ടുന്നില്ല. ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ രഞ്ജിത്തിനെ മാത്രം മൈൻഡ് ചെയ്യുന്നു. അദ്ദേഹം പോകുന്നു കൊലക്കേസിലല്ല. അതാണ് വടകര ജോസിനെയൊക്കെ കൊന്നു. വടകര ജോസിനെ രഞ്ജിത്തിനെ കാണുമ്പോൾ പേടിക്കുന്നു, ശ്യാംലാലിനെ കാണും ഭയപ്പെടുന്നില്ല എന്നുള്ളത്. പിന്നെ രഞ്ജിത്തിനെ കൊന്ന എന്നെ കാണുമ്പോഴും പേടിക്കുമല്ലോ. അങ്ങനെ ശ്യാംലാല് ടിപ്പർ ഇടിച്ചാ കൊലപ്പെടുത്തുന്നത്. രഞ്ജിത്തിനെ ടിപ്പർ ഇടിച്ച് ഇയാളുടെ ബുള്ളറ്റില് ടിപ്പർ കൊണ്ടുവച്ച് ഇടിച്ച് കൊലപ്പെടുത്തിയായിരുന്നു. നേർക്ക് നേരം നിന്ന് കൊലപ്പെടുത്താൻ സാധിച്ചില്ല. അല്ലല്ല, രഞ്ജിത്തിന് ഈ ശ്യാംലാലിനെ കുറച്ചുകൂടെ വിൽ പവർ ഉണ്ട്. അതുകൊണ്ട് ശ്യാംലാലിനെ രഞ്ജിത്ത് വാഹനം ഇടിപ്പിച്ച് രഞ്ജിത്തിനെ ശ്യാംലാല് ടിപ്പർ ഇടിച്ച് കൊലപ്പെടുത്തി. ആദ്യത്തെ ഘട്ടത്തിൽ പോലീസ് വിചാരിച്ചത് വാഹനാപകടമാണെന്ന്. പിന്നീട് പോലീസ് ഇത് അന്വേഷിച്ച് വന്നപ്പോൾ ഈ രഞ്ജിത്ത് വരുന്നതിന് 15 മിനിറ്റ് മുമ്പേ ഈ വാഹനം അവിടെ ഒതുക്കിയിട്ടേക്കുമായിരുന്നു, മാറ്റിയിട്ടേക്കുമായിരുന്നു. ഈ രഞ്ജിത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു ശ്യാംലാല്. അങ്ങനെയാണ് രഞ്ജിത്തിനെ ശ്യാംലാല് ഇടിച്ച് കൊലപ്പെടുത്തിയത്. പിന്നീട് ശ്യാംലാല് ഈ കൊലക്കേസിൽ ജയിലിൽ പോയി. രഞ്ജിത്തിനെ കൊന്ന കേസിൽ ജയിലിൽ പോയി. അവിടെ വെച്ച് പിടിച്ചു അവിടെ ജയിലിൽ പോയി കുറച്ച് ആളുകളെ പരിചയപ്പെട്ടു. ജയിലിൽ കിടക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയി കിടക്കുന്നവരെല്ലാവരും നമ്മൾ ഒരു ടീമായിട്ട് മാറും. പുതിയ കമ്പനികൾ കിട്ടും. അങ്ങനെയാണ് പല ക്രൈം കേസുകളിൽ പല ക്രൈം കേസുകളിൽ പല ജില്ലകളിലുള്ളവർ ഒറ്റ ക്രൈം കേസിൽ വന്ന് പെടുന്ന കണ്ടിട്ടില്ലേ? ഒരു ക്രൈം കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് പല ജില്ലകളിൽ ഉൾപ്പെടുന്നു. ഇവരെങ്ങനെ കമ്പനിയായെന്നൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ ഇതിന്റെ കഥ വരുന്നത് ഇവിടുന്ന് ജയിലിൽ നിന്നാണ്. ഇപ്പൊ ജയിലിൽ നിന്ന് ആദ്യം ഇറങ്ങുന്ന ആൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ എഴുതി കൊടുക്കും. നമ്പർ എഴുതി ബാക്കിയുള്ളവർക്ക് കൊടുത്തിട്ട് പോകും. പിന്നീട് ഇറങ്ങുന്ന ആൾ ഈ ആദ്യം ഇറങ്ങിയ ആളെ വിളിക്കും. ഇങ്ങനെ ഇത് ചെയിൻ പോലെ ഇവർ കണക്ട് ചെയ്ത് ക്രൈമുകളിൽ ഉൾപ്പെടും. അങ്ങനെ ഇവർ ഈ ശ്യാംലാൽ ഒരു കൊട്ടേഷൻ സംഘാംഗമായി മാറി. അത് സംഘമായി മാറി അവിടെ നിൽക്കട്ടെ. ഇതിനുശേഷം ഇനി വീണ്ടും വളർന്നു. ശ്യാംലാൽ പിന്നെ ജയിലിൽ പോയി. ശ്യാംലാൽ പിന്നെ ജയിലിൽ നിന്ന് കമ്പനി സ്വരൂപിച്ച് ഒരു കൊട്ടേഷൻ സംഘാംഗമായി തന്റെ കമ്പനി വിപുലീകരിച്ച് അവിടെ നിന്നു. അങ്ങനെ ശ്യാംലാലിനെ ഇനി ഇപ്പൊ അവിടെ നിർത്താം. ഇതിനുശേഷമാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഇവിടെ നെയ്യാറ്റിൻകരയിൽ പിന്നെ ആദിത്യൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കൊടുങ്ങാവിള ജംഗ്ഷനിൽ വെച്ച് കുത്തിക്കൊന്നു. അത് വേറൊരു സ്റ്റോറിയാണ്. ശ്യാംലാലുമായിട്ട് ഇതിന് ബന്ധമില്ല. ശ്യാംലാൽ ബന്ധം വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കൊടുങ്ങാവിളയിൽ വെച്ച് ഈ ആദിത്യൻ എന്ന് പറഞ്ഞ 23 വയസ്സുള്ള ഒരു കുട്ടിയെ ജിബിൻ എന്ന് പറയുന്ന യുവാവും അവൻ വേറൊരു ഗുണ്ടയാണ്. അവനും അവന്റെ ഗുണ്ടാ സംഘവും കൂടി കൊടുങ്ങാവിളയിലിട്ട് കഴിഞ്ഞ 3 മാസം മുമ്പ് ആദിത്യനെ കുത്തിക്കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ വലത് ഭാഗത്ത്
പേനാക്കത്തി പോലെ ഒരു ഇത് വെച്ചിട്ട് ഒറ്റ കുത്തായിരുന്നു. ഒറ്റ കുത്തേ കുത്തിയുള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. പിടിച്ചു നിർത്തി ഇങ്ങനെ ഒരു ഒറ്റ കുത്ത്. അതിനപ്പം തന്നെ മരണം, ഈ ആദിത്യന്റെ മരണം സംഭവിച്ചു. ഈ ചോര വാർന്ന കുട്ടി അവിടെ കിടന്നു. പിന്നീട് നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇത് അറിഞ്ഞ ഈ ആദിത്യനെ കുറിച്ച് പറയുമ്പോൾ ആദിത്യം ഗുണ്ടയൊന്നും അല്ലല്ല ഇത് ജിബിനുമായി പ്രശ്നം വരാൻ കാരണം ഈ കുട്ടി പിന്നെ ജിബിന്റെ കയ്യിൽ നിന്നൊരു ബൈക്ക് വാങ്ങുകയും പിന്നീട് അത് ഫിനാൻസ് ഇടുന്ന തർക്കത്തിൽ 20,000 രൂപയുടെ ഒരു തർക്കം വരികയും ചെയ്തു. 20,000 രൂപയ്ക്കാണ് കുത്തിക്കൊന്നത്. 20,000 രൂപയ്ക്ക് ജിബിൻ ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല. അതിന്റെ പേരിലാണ് ജിബിനും സംഘവും ചേർന്ന് ആദിത്യനെ കൊലപ്പെടുത്തുന്നത്. ആദിത്യനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി ഈ സംഘം, അതായത് ജിബിൻ ഒരു റെന്റേ കാർ എടുത്തു ആദിത്യനെ ഫോളോ ചെയ്യാൻ വേണ്ടി. അതൊരു ആൾട്ടോ കാറായിരുന്നു. അതിന്റെ ഉടമ എന്ന് പറയുന്നത് അച്ചു എന്ന് പറയുന്ന ഒരു യുവാവാണ്. വണ്ടിയുടെ രജിസ്ട്രേഷൻ ഓണർ എന്ന് പറയുന്നത് അച്ചുവിന്റെ പിതാവ് സുരേഷാണ്. അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഈ സുരേഷ് ആത്മഹത്യ ചെയ്തു. അതായത് ജിബിൻ തന്റെ രജിസ്ട്രേഡ് കാർ എടുത്തുകൊണ്ട് പോയിട്ടാണ് ആദ്യത്തിനെ കുത്തി കൊലപ്പെടുത്തിയെന്ന് അറിഞ്ഞ സുരേഷ് പേടിച്ച് ആത്മഹത്യ ചെയ്യുന്ന പുള്ളിക്കാരൻ പോലീസ് വിളിപ്പിച്ചപ്പോഴത്തേക്ക് പേടിച്ചു പോയി. മകനെ ഓൾറെഡി, അച്ചുവിനെ ഓൾറെഡി പോലീസിന്റെ കയ്യിൽ എന്തെങ്കിലും ഇല്ല. അത് ഈ കുട്ടി അറിയാതെ വാടക കൊടുത്തത്. ജിബിൻ ആരായിരുന്നു? അച്ചുവിന്റെ സുഹൃത്തായിരുന്നോ? അല്ല, ഇവര് വണ്ടി വാടക, ഈ ജിബിനും വണ്ടി വാടക കൊടുക്കുന്ന പരിപാടിയുണ്ട്. അച്ചുവിനും വണ്ടി വാടക കൊടുക്കുന്ന ഇതൊന്നും ലീഗലി അല്ല. അങ്ങനെ സുരേഷ് മരണപ്പെട്ടു. ഈ ജിബിനാണ് ഇതിന്റെ കാരണക്കാരൻ. അച്ചുവിനെയും കൊന്നു, അല്ല പിന്നെ ആദിത്യനെയും കൊന്നു. ആദിത്യന്റെ ഈ വണ്ടി വാടക എടുത്ത സുരേഷ് ഇത് കാരണം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇനിയാണ് ശ്യാംലാലിലേക്ക് നമുക്ക് വീണ്ടും പോകേണ്ടത്. ഈ ശ്യാംലാല് പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സിയുടെ കയ്യും കാലും തല്ലി ഒടിച്ചു. അതേതാ സിഐ? പ്രസാദ് എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് സിയുടെ 2 കൈയും 2 കാലും ഈ ശ്യാംലാല് പിന്നെ തല്ലി ഒടിച്ചു. അത് നമ്മുടെ കാരക്കോണം മെഡിക്കൽ കോളേജ് എന്നാണ്. ഇയാൾ റിട്ടയർഡ് ആയ ശേഷം ഇദ്ദേഹം അവിടുത്തെ പിന്നെ സെക്യൂരിറ്റിയുടെ പിന്നെ ചുമതല വഹിച്ചു. ആ സമയത്ത് അവിടെ കാണിച്ച വിഷ്വലല്ലേ ഒരാളെ കൈ ഇങ്ങനെ കെട്ടി. അതെ തല്ലി ഒടിച്ചു. ആ സിയെ നമ്മളോട് പറഞ്ഞതാണ് എന്റെ വിഷ്വൽ കൊടുക്കല്ലേ, എനിക്ക് നാണക്കേടാണ്. അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ഈ സംഭവം പിന്നെ വെള്ളറട പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണല്ലോ ഇത്. വെള്ളറട പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ എത്തിയിട്ട് ഈ വന്നവരാരാണ്, ആരെന്തിന് തല്ലിന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. പ്രസാദ് എന്ന് പറയുന്ന റിട്ടയർഡ് സിഐക്ക് അറിയില്ല. ഒരു ദിവസം പുള്ളി അവിടെ റൂമിൽ, സെക്യൂരിറ്റി ഓഫീസറുടെ റൂമിൽ ഇരുന്ന സമയത്ത് ഈ ഒരു 4 അംഗ സംഘം അങ്ങോട്ട് കയറി ചെന്നു. ഇദ്ദേഹത്തെ പിടിച്ചു നിർത്തി 2 കൈയും പിടിച്ചു വെച്ചു. ആദ്യം 2 കൈയും തല്ലി ഒടിച്ചു, പിന്നെ 2 കാലും തല്ലി ഒടിച്ചു. എന്നിട്ട് ഇവർ തിരിച്ചും പോയി. ഇവർ വന്നത് ഒരു റെഡ് സ്വിഫ്റ്റ് കാറിലാണ്. അപ്പോൾ ഈ കാറ് ആരുടെ ആണെന്ന് കണ്ടെത്താനോ ഇദ്ദേഹത്തെ തല്ലിയത് ആരാണെന്ന് കണ്ടെത്താനോ സാധിച്ചില്ല. അതായത് വെള്ളറട, ആര്യങ്കോട്, മാരായമുട്ടം ഈ 3 പോലീസ് സ്റ്റേഷന്റെ പരിധി കൂടെയും ഈ കാറ് പോയിട്ടുണ്ട്. ഈ സ്വിഫ്റ്റ് കാറ് പോയിട്ടുണ്ട്. പക്ഷേ ഈ 3 സ്റ്റേഷന്റെ പരിധിയിലും 8 നമ്പറായത് വെച്ചിരിക്കുന്നത്. അതായത് ഓരോ സ്റ്റേഷന്റെ ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്പർ പ്ലേറ്റ് മാറ്റി ഓടി. പോലീസ് ഇത് കുഴങ്ങി ഇത് ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പോലീസ് ഏതാണ്ട് 100ഓളം CCTV പരിശോധിച്ചു. അങ്ങനെ മാസങ്ങൾക്കിപ്പുറമാണ് പിന്നെ ഈ കാർ ആരുടെയാണെന്ന് കണ്ടുപിടിച്ചത്. ഈ കാർ ആരുടെ ആയിരുന്നു എന്നറിയാമോ? ജിബിന്റെ ആയിരുന്നു. അതായത് ആദിത്യൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ജിബിന്റെ കാറാണ് ഈ ശ്യാംലാലിയുടെ കൈയും കാലും തല്ലി ഒടിക്കാൻ ഉപയോഗിച്ചത്. ഈ കാറിന്റെ രജിസ്ട്രേഷൻ ഓണർ ആരായിരുന്നറിയാമോ? ജയകുമാർ, ജിബിന്റെ പിതാവ്. മനസ്സിലായോ? ജിബിന് അച്ചു എന്ന് പറയുന്ന ഒരു പയ്യന് പണി കൊടുത്തിട്ടാണ് കാർ എടുത്തുകൊണ്ട് പോയി ആദിത്യനെ കൊന്നത്. അതേ ജിബിന് ശ്യാംലാല് പണി കൊടുത്തു. സ്വന്തം അച്ഛന്റെ രജിസ്ട്രേഷനുള്ള കാറായിരുന്നു. അത് ഈ ജയകുമാർ പ്രതിയായി. സിയുടെ കൈയും കാലും തല്ലി ഒടിച്ചു. ചെറിയ കാര്യമല്ല. എന്നിട്ട് എന്തായി? അപ്പോൾ പോലീസ് ശ്യാംലാലിനെ കണ്ടുപിടിച്ചു. ശ്യാംലാലാണ് ഇത് ഓടിച്ചിരുന്നത് എന്നുള്ളത് കണ്ടെത്തി. അപ്പോഴത്തേക്ക് ജീവൻ അകത്ത് പോയായിരുന്നു. ജീവൻ അകത്ത് പോയ ശേഷമാണ് ഈ പഴയ കേസ് തെളിഞ്ഞത്. അതായത് ഈ ചെയ്ത പ്രവർത്തിക്ക് കാലങ്ങൾക്ക് ശേഷമായാലും കാലത്തിന്റെ കാവ്യനീതി അവിടെ നടപ്പാക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഈ ശ്യാംലാലിനെ പിടിച്ചപ്പോൾ ശ്യാംലാൽ ഇത് എന്ത് തന്നെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്യാംലാലിന് ഇത് കിട്ടിയ കൊട്ടേഷനാണ്. പിന്നെ സജിൻ എന്ന് പറയുന്ന ഈ കേസിൽ 1-ാം പ്രതി, സജിന്റെ സഹോദരൻ ഈ കാരക്കോണം മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്. ഇദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കുവാൻ വേണ്ടി പിന്നെ ആര് ശ്രമിച്ചു? ഈ പ്രസാദ് എന്ന CI ശ്രമിച്ചു. ആ CI ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ വൈരാഗ്യത്തിനാണ് സജിൻ 1 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ കൊടുത്തത്. 1 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ പിന്നെ 3-അംഗ സംഘത്തിന് വേണ്ടി, 3-അംഗ സംഘമാണ് പോയത് കേട്ടോ, ഈ 3-അംഗ സംഘത്തിന് വേണ്ടി കൊടുത്തു. അപ്പോൾ അതിൽ പിന്നെ ശ്യാംലാല്
രഞ്ജിത്ത്, ലാൽ പ്രസാദ്, സജിനാണ് ഇത് കൊടുത്തത് 1 ലക്ഷം രൂപ. ആ 1 ലക്ഷം രൂപയിൽ ശ്യാംലാൽ തട്ടിപ്പ് കാണിച്ചു. 3 പേർക്ക് തുല്യമായിട്ട് വീതിക്കാൻ കൊടുത്ത പൈസയിൽ 50,000 രൂപ ശ്യാംലാൽ എടുത്തിട്ട് ഈ രഞ്ജിത്തിനും ലാൽ പ്രസാദിനും 25,000 വെച്ച് കൊടുത്തു. അങ്ങനെയാണ് അത് പോലീസ് പിടിച്ചപ്പോഴാണ്, സെല്ലി കൊണ്ടിട്ടപ്പോഴാണ് ഇവന്മാരെ 1 ലക്ഷം രൂപയാണ് കിട്ടിയതെന്നും ഇത് തങ്ങളെ പറ്റിക്കുവാണെന്നും ബാക്കിയുള്ള 2 പേർക്കും മനസ്സിലായത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വൃത്താകൃതി പോലൊരു കുറ്റകൃത്യം തുടങ്ങിയിടത്ത് തന്നെ നിന്ന് നിൽക്കുകയാണ്. പോലീസ് രീതി അത്ഭുതപ്പെട്ടു പോയി. ഈ ശ്യാംലാലിലാണ് തുടങ്ങിയത്. ശ്യാംലാലിൽ നിന്ന് നേരെ ജിബിനിലേക്ക് വന്നു, ജിബിനിൽ നേരെ സുരേഷിലേക്ക് പോയി, സുരേഷിൽ നേരെ ജയകുമാറിലേക്ക് വന്നു, ജയകുമാറിൽ നേരെ വീണ്ടും തിരിച്ച് ശ്യാംലാലിലേക്ക് വന്നു നിൽക്കുന്നത്. വൃത്താകൃതിയിലാണ് ഈ ക്രൈം ഇങ്ങനെ പോകുന്നത്. അത് പോലീസ് പിടിച്ച് സ്റ്റേഷനിൽ സെല്ലിൽ കൊണ്ടിട്ടപ്പോൾ സെല്ലിൽ ഈ പ്രതികൾ 3 കൂടെ തമ്മിലടി. അങ്ങനെ തമ്മിലടിച്ചപ്പോഴാണ് പോലീസ് പറഞ്ഞു 1 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ എടുത്തിയാണെന്നൊക്കെ ബാക്കിയുള്ളവന്മാർ അപ്പോഴാണ് കേൾക്കുന്നത്. അങ്ങനെ ശ്യാംലാലി യുവമാരുടെ സെല്ലി കിടന്ന് പ്രശ്നമായി. അത് ഞങ്ങൾക്ക് എന്താണ് 25,000 കൃത്യമായില്ലേ വീതിക്കേണ്ടത്? ഇത് കൃത്യമായി വീതിക്കാതെ 50,000 രൂപ ഒരാളെടുത്തിട്ട് 25,000 വെച്ച് വീതിച്ചെടുത്തു എന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ തർക്കമായി. അപ്പോൾ ഇതാണ് ഈ വൃത്താകൃതിയിലുള്ള ക്രൈം എന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട്. ഇത് ഞാനൊരിക്കൽ ഇത് വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയായിരുന്നു. ഈ കഥയല്ല, പണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് തമിഴ്നാട്ടിൽ ഇതേ രീതിയിലാണ് ഈ രഞ്ജിത്തിനെ ശ്യാംലാൽ കൊന്ന രീതിയാണ്. അതായത് പിന്നെ ഒരു ലോറി കാത്തു കിടന്നു. തമിഴ്നാട്ടിലെ 5 പേര് വാഹനം ഇടിച്ച് മരിച്ചപ്പോൾ പോലീസ് വിചാരിച്ച ഒരു ലോറി അടിച്ചത്, ഓട്ടോയ്ക്കകത്ത് ലോറി എന്ന് ഇടിച്ചിട്ട് അവിടുത്തെ ഒരു പോക്കുണ്ടല്ലോ, ആടും കോഴിയും പട്ടിയും പൂച്ചയും എല്ലാം കാണും ഒരു ഓട്ടോയ്ക്കകത്ത്. അപ്പോൾ ഒരു കുടുംബത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പോൾ പോലീസ് ഇത് വാഹനാപകടമാണെന്ന് വിചാരിച്ചിരിക്കവേ അവിടുത്തെ ഒരു ടയർ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ അവിടുന്ന് റിട്ടയർ ആവാതിരിക്കുവാണ്. അദ്ദേഹം പോയി പോലീസിനോട് പറഞ്ഞു കൊടുത്തു ഈ ലോറി ഒരു 1.5 മണിക്കൂർ കൂടുതൽ കാത്തു കിടപ്പുണ്ടായിരുന്നു. കാര്യം ഇദ്ദേഹത്തിനൊരു ശീലമുണ്ട്. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഇദ്ദേഹം ചായ കുടിക്കാൻ പോകും. അവിടെ അടുത്തുള്ള ഒരു കടയിൽ ചായ കുടിക്കാൻ പോയപ്പം ഈ ലോറി അവിടെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇദ്ദേഹം വേറെ കുറച്ച് ആവശ്യങ്ങളുമായി ബാങ്കിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഈ ലോറി അവിടെ കിടപ്പുണ്ട്. ഈ ലോറിയാണ് പിന്നീട് പോയി ഓട്ടോയിൽ പോയി ഇടിച്ചത്. ഈ മനുഷ്യന് പോയി സാക്ഷി പറയേണ്ട ഒരു കാര്യമില്ല. ഇദ്ദേഹം വേറൊരു സ്റ്റേറ്റിൽ നിന്നുള്ള ആളാണ്. മാത്രമല്ല റിട്ടയർ ആയി കുടുംബമായിട്ട് മടങ്ങി പോകാനിരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഇത് കണ്ടു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി ഇദ്ദേഹം സാക്ഷി പറഞ്ഞു. സാക്ഷി പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തി. പിന്നീട് ആ മനുഷ്യന് ഒരുപാട് കാലം എന്ത് ചെയ്തു, ഈ ഗുണ്ടാ സംഘത്തിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കേസ് കാരണം തമിഴ്നാട്ടിൽ നിന്ന് പോകാനും പറ്റുന്നില്ല. ഈ കേസിന്റെ വിചാരണയും പ്രശ്നങ്ങളും കാരണം അദ്ദേഹത്തിന് പോകാൻ പറ്റാതായി. അദ്ദേഹം തമിഴ്നാട്ടിൽ തന്നെ കുടുങ്ങിപ്പോയത് ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പഴയൊരു വാർത്തയാണ്, ഞാൻ ഒരുപാട് വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. അത് വെച്ചിട്ട് ഞാനൊരു സ്ക്രിപ്റ്റൊക്കെ എഴുതി റെഡിയാക്കി. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചില കുറ്റകൃത്യങ്ങളുണ്ട്. ഒരു കുറ്റകൃത്യത്തിൻ്റെ അന്വേഷിച്ച് നമ്മൾ അതിൻ്റെ മൂല കാരണത്തിലേക്കൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നമ്മളിവിടുത്തെ സിനിമകളെ പോലും വെല്ലുന്ന കഥകൾ കിട്ടും. ഏതായാലും ഒരു സിനിമയ്ക്കുള്ള ഒരു കഥയുണ്ടായിരുന്നത്. ഇപ്പൊ ശ്യാംലാലിന്റെ ഗതി എന്താണെന്നറിയാമോ? ഗുണ്ടയായി ജീവിക്കുന്നു. ഗുണ്ടയായി ജീവിക്കുന്ന ശ്യാംലാൽ ഗുണ്ടയെ തന്നെ ജീവിക്കട്ടെ. ഇതുപോലുള്ള നല്ല നല്ല കഥകൾ ഇനിയും പറയട്ടെ. നമുക്ക് നിർത്താം. ശരി.